വനിതാ ഓണം സൗജന്യ പ്രവേശനം ഈ ടിക്കറ്റും കൂടെ എന്നാൽ എന്നാ നമുക്കൊന്ന് പോയി നോക്കിയാലാ. നേരെ നമ്മുടെ വണ്ടി അങ്ങോട്ട് കഴുകി നമുക്കിത് വെട്ടിയ പേപ്പർ പ്രശ്നം കയ്യിലിരിക്കുന്നുണ്ട്. ഈ ഹെൽമെറ്റും കൊണ്ട് പോയിക്കാണെങ്കിൽ എന്തായാലും അടിച്ചിട്ടുണ്ടോ. അതുകൊണ്ട് ഒരു പൊളിഞ്ഞ ഹെൽമെറ്റും കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെല്ലുന്നത്. നമ്മുടെ എടുത്തു നേരെ സ്പോട്ടിലെത്തി ഹെൽമെറ്റ് ആ വണ്ടിക്കകത്ത് തൂക്കിയിട്ടേക്കാം. അപ്പോൾ ഇതാണ് വനിതാ ഓണം. നമ്മളെ കയറ്റുമോ ഈ വെട്ടിയ കഷ്ണം കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ന് നോക്കാവേ. കയറ്റി ഗൈസ് കയറ്റി. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട് കയറി ചെന്നു. കാറൊക്കെ കിടക്കുന്നുണ്ട്. കാറിൻ്റെയൊക്കെ ആ ഒരു ഡെമോ ഒക്കെ ഇട്ടിട്ടുണ്ട്. വലിയ സംഭവമൊന്നുമില്ല. ഞാൻ റിവറിൻ്റെ സ്കൂട്ടറിലൊക്കെ കയറി ഇരുന്ന് നോക്കി. എനിക്ക് ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തോ കുറേ തിരക്കായി വരുന്നുണ്ട്. ഈ ജീരകമുട്ടായി എല്ലാം കിട്ടാ പൊളിയല്ലേ. അപ്പോൾ ഇത് തിരക്കായി വരുന്നുണ്ട്. 11 മണിക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ എനിക്ക് കയറി കാണാൻ തോന്നിയത് ഈ ഒരു ബുക്ക് ഷോപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ ബുക്സിനൊക്കെ അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ബുക്ക് കണ്ടാ നമ്മുടെ പഴയ ഡിറ്റക്റ്റീവ് രാജപ്പൻ കൊച്ചി ടി വിയിലുണ്ടായിരുന്ന ഈ ഒരു കാർട്ടൂൺ. ഇയാളുടെ സൗണ്ട് പൊളിയായിരുന്നു. എനിക്ക് ആ സൗണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ചൊരു ബുക്കാണ് സൈക്കോളജി ഓഫ് മണി. അതങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഒരെണ്ണം വാങ്ങാം. ഇനി എന്ന് വായിച്ച് ചേർക്കുന്നാവും. അതിൻ്റെ മലയാളം ഉണ്ട് കേട്ടോ. മലയാളം എടുക്കാൻ നിന്നില്ല. മലയാളത്തിന് വില കൂടുതൽ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ട് ബുക്ക് ഷോപ്പിൽ മാത്രം. കൊള്ളാം. അങ്ങനെ അതവിടെ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. പുറത്തോട്ട് ഇവിടെ കുറേ ഫുഡിൻ്റെ ഇവിടേക്ക് കിടക്കുന്നുണ്ട്. ഞാൻ കഴിക്കാനും നിന്നില്ല. അവിടെ നിന്ന് ഒരു പോപ്കോൺ തിന്ന്. നല്ല ക്യാരമലല്ല പോപ്കോൺ. അതെടുത്ത് അണ്ണാക്കിയിട്ട് ചാവച്ചുകൊണ്ട് ഞാനങ്ങ് പുറത്തിറങ്ങിയപ്പോൾ ഒരു XUV 500 കിടക്കണം. കത്തിക്കരിഞ്ഞ് ടയറെല്ലാം കൊള്ളാം. വണ്ടി മൊത്തം പോയി കിടക്കുകയാണ് ഗൈസ്. കംപ്ലീറ്റ് ഔട്ട്. ഇതിൻ്റെ അകത്ത് എന്തോ ക്രിക്കറ്റ് ബാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ട പിള്ളേരൊക്കെ അവിടെ നിന്ന് ഓടി നിന്ന് കാർ പാർക്കിങ്ങിൻ്റെ ഫീ ഒക്കെ മേടിക്കുന്നുണ്ട്. കാർ പാർക്കിങ്ങിന് ഫീയും കൊടുത്ത് അതിനകത്ത് ടിക്കറ്റ് എടുത്ത് കാണാനുള്ള ഒരു തേങ്ങ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. ബുക്ക് മേടിച്ചതിൻ്റെ ഉപയോഗം ഇപ്പോൾ മനസ്സിലാവില്ല. ഇതിനാണ് ഞാൻ ബുക്ക് മേടിച്ചത്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തു നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഓക്കെ ബൈ.